ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രിറ്റി ടോക്സ്. ഈ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പേരും പ്രശസ്തിയും പണമൊക്കെ വന്നു ചേരുമ്പോൾ ചിലരൊക്കെ യാഥാർത്ഥ്യത്തെ മറന്ന് മായിക ലോകത്ത് അങ്ങനെ ജീവിക്കാറുണ്ട്. അങ്ങനെ ഒരു ഉന്മാദാവസ്ഥയിലാണ് നടിയും സോഷ്യൽ മീഡിയ താരവുമായ പേളി മാണി ഇപ്പോൾ ഉള്ളത്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും അപകടം വരുത്തുമെന്നുള്ളത് പേളിയുടെ കാര്യത്തിൽ ഇപ്പൊ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ പണം കൊണ്ട് നേടിയെടുക്കാം എന്നൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള പല മേഖലകളും ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. SSC മുതൽ നമ്മളുടെ കേരള PSC വരെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതുന്ന യുവതി യുവാക്കളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരള PSC പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റിൽ കയറിയിട്ടും ജോലിയില്ലാതെ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി മണ്ണ് തിന്ന് പ്രതിഷേധിക്കേണ്ട അവസ്ഥ വരെ ഈ അനർഹരായവർക്ക് പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ട് നമ്മുടെ സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഡൽഹിയിൽ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടായതും അവസാനം മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് അയവും വന്നിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നടി പേളി മാണി നടത്തിയ ചില വിവാദ പരാമർശങ്ങൾക്ക് നേരെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബോയ്കോട്ട് പേളി മാണി ക്യാമ്പയിന് ഇതുവരെ ഒരു അയവും വന്നിട്ടില്ല. ലക്ഷങ്ങളാണ് ദിവസവും പേളി മാണിയെ അൺഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സംവിധായകൻ സിബി മലയിലിനെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പേളി പരാമർശിച്ചതും വലിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട്. തന്റെ ഒരു പോസ്റ്റില് പേളി പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ പോസ്റ്റിന് ഒരു ട്രിഗർ മുന്നറിയിപ്പ് നൽകേണ്ടിയിരുന്നുവെന്ന് തോന്നുന്നു. അത് പലരെയും അസ്വസ്ഥരാക്കിയിരിക്കുന്നു. സമാധാനവും സുരക്ഷയും അഹിംസയും വേണമെന്ന എന്റെ നിലപാട് ഇത്രയധികം ആളുകളെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു. ഈ ആളുകൾ ആരാണെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഒരു പരാജയപ്പെട്ട സിനിമാ സംവിധായകൻ ഇപ്പോൾ എന്റെ 4 പേജുള്ള പോസ്റ്റിനെ കുറിച്ച് 10 പേജുള്ള തിരക്കഥ എഴുതുകയാണ്. കഴിയുന്നത്ര അതിനെ വിഷമയമാക്കാൻ മുളക് പൊടിയും അജിനോമോട്ടോയും അതിൽ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് പേളിയുടെ ആ ഒരു പോസ്റ്റിലുള്ള കുറച്ച് വരികൾ. ഇതാണ് ഇപ്പൊ വിവാദത്തിന്, പുതിയ വിവാദത്തിനല്ല, ആ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത വിവാദത്തിന് കാരണമായിട്ടുള്ളത്. സിബി മലയിലിനെ അല്ല, അവരുടെ മകനെയാണ് പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പേളി ഉദ്ദേശിച്ചതെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ ഒരാളുടെ പരാജയത്തെ എടുത്തു പറഞ്ഞ് അയാളെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് പേളിയെ പോലെ ഒരാൾക്ക് ചേർന്നതല്ല. പിന്നെ ഈ സിബി മലയിലിന്റെ മകൻ അങ്ങനെ ഒരുപാട് സിനിമകളൊന്നും എടുത്ത് പരാജയപ്പെട്ട ഒരാളുമല്ല. അപ്പൊ പിന്നെ സിബി മലയിലിനെ തന്നെയാണ് പേളി ഉദ്ദേശിച്ചതെന്ന് വ്യക്തം. ഇപ്പൊ സിബി മലയിലിന്റെ മകനോടാണ് പേളി റിപ്ലൈ നൽകിയതെങ്കിലും ഈ നമ്മളെ പറയുന്നതിനേക്കാൾ നമുക്ക് കൊള്ളുക നമ്മളുടെ വീട്ടിലുള്ളവരെ പറയുമ്പോഴായിരിക്കും. ആ ഒരു ട്രിക്ക് തന്നെയാണ് പേളി ഇവിടെ പ്രയോഗിച്ചത്. സിബി മലയിലിന്റെ മകനോട് പറയുന്നതാണെങ്കിലും അച്ഛനിട്ട് പറയുമ്പോൾ മകന് കൊള്ളുമല്ലോ. അപ്പൊ അതേ ഒരു തന്ത്രം തന്നെയാണ് പേളി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി സിബി മലയിലിന്റെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ പരാജയപ്പെട്ട ചില സിനിമകൾ കണ്ടിട്ടാണ് അദ്ദേഹത്തെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിളിക്കാൻ പേളി ശ്രമിച്ചതെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കറായും എന്റർടൈനറായും എല്ലാത്തിലുമുപരി സിനിമാ മേഖലയുമായും അടുത്ത ബന്ധമുള്ള ആളെന്ന നിലയിലും പേളി അമ്പേ പരാജയമാണ്. പേളിയുടെ ചില ഇന്റർവ്യൂകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഗസ്റ്റായി വന്നിട്ടുള്ള വ്യക്തികളെ കുറിച്ച് നന്നായി മനസ്സിലാക്കാതെയാണ് ചുമ്മാ ഓരോ ചളികൾ പറഞ്ഞാണ് പേളി പല ഇന്റർവ്യൂകളും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. ഇവിടെയും പേളിക്ക് അത് തന്നെയാണ് സംഭവിച്ചത്. സിബി മലയിൽ എന്ന സംവിധായകന്റെ മലയാളത്തിലെ മികച്ച സൃഷ്ടികൾ മനസ്സിലാക്കാതെ സാധാരണ പറയാറുള്ള വിടുവായിത്തം അങ്ങ് പറഞ്ഞതാണ്. ഇവിടെ പക്ഷെ അത് പണി പാളുകയും ചെയ്തു. തന്റെ അച്ഛനെ പോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ പ്രസിദ്ധി ആർജിച്ച പേളി ഒരാളെ കളിയാക്കാൻ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പറയുമ്പോൾ ഈ പേളിയുടെ ഭർത്താവ് ശ്രീനിഷ് അരവിന്ദ് ഒരു പരാജയപ്പെട്ട നടനും പുരുഷനുമാണെന്ന് കൂടി പേളി മനസ്സിലാക്കണം. ഒരു നടൻ എന്ന നിലയിൽ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ട ശ്രീനിഷ് ഇപ്പോൾ പേളിയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിലയുടെയും നിതാരയുടെയും അച്ഛൻ എന്നതിനേക്കാൾ ഉപരിയായി എന്ത് ഐഡന്റിറ്റിയാണ് ഉള്ളത്? ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ ഓടുന്നുണ്ടോ, വിജയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മിനി സ്ക്രീനിലെ വിലപിടിച്ച താരമാണോ ശ്രീനിഷ്? ഒരു നടന് വേണ്ട ക്വാളിറ്റികൾ അത്യാവശ്യമുണ്ടായിട്ടും എന്തുകൊണ്ട് ശ്രീനിഷിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല? പേളിയുടെ ഇന്റർവ്യൂകളിൽ വരുന്ന അതിഥികളോട് വാതോരാതെ ശ്രീനിഷിനെ കുറിച്ച് പുകഴ്ത്തി മനഃപൂർവ്വം പേളി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജ്, അല്ലെങ്കിൽ പേളിയുടെ വീഡിയോകളിലൂടെ സൽഗുണസമ്പന്നനായ ഭർത്താവ് എന്ന് പേളി പറയുന്നതിനപ്പുറം ഒരു നടൻ എന്ന നിലയിൽ ഈ സിബി മലയിലിനെയോ അദ്ദേഹത്തിന്റെ മകനെയോ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പേളി വിളിക്കുമ്പോൾ ഒരു നടൻ എന്ന നിലയിൽ എന്താണ് ശ്രീനിഷിന്റെ നേട്ടങ്ങൾ? കുടുംബജീവിതത്തിലും ബിസിനസ്സിലും ഒക്കെ ഒരുപക്ഷെ ശ്രീനിഷ് വിജയിച്ചിട്ടുണ്ടാവും. ഇവിടെ അതല്ല ചോദ്യം. സിബി മലയിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ പരാജയപ്പെട്ടെന്ന് പേളി പറയുമ്പോൾ ഒരു നടൻ, ഒരു അഭിനേതാവ് എന്ന നിലയിലുള്ള ശ്രീനിഷിന്റെ വിജയം എന്താണ്? നേട്ടങ്ങൾ എന്താണ്? പേളിമാണിയുടെ ഭർത്താവ് എന്ന ഇമേജ് ആണോ നേട്ടം? അല്ലെങ്കിൽ പേളിയുടെ വീഡിയോകളിൽ സൽഗുണ സമ്പന്നനായി അഭിനയിക്കുന്ന ഭർത്താവ് എന്ന ഇമേജ് ആണോ നേട്ടം?
ഞാൻ പേളിമാണിയാണെന്ന് പറഞ്ഞ് സ്വയം ഊറ്റം കൊള്ളുന്ന പേളിമാണി ഇത്രത്തോളം അങ്ങ് സ്വയം പുകഴ്ത്തേണ്ടതുണ്ടോ? വായ്ത്താളം കൊണ്ട് ജീവിക്കുന്നു എന്നതിലുപരിയായിട്ട് വരും തലമുറയ്ക്ക് ബഹുമാനിക്കാവുന്ന അഭിമാനിക്കാവുന്ന വിശേഷ പ്രതിഭയൊന്നുമല്ലല്ലോ ഈ പേളിമാണി. സത്യം പറഞ്ഞാല് ബിഗ് ബോസിൽ കണ്ട സ്വാർത്ഥയായ പേളിമാണി ആയിട്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് അവരുടെ വളർച്ചയിൽ മീഡിയയ്ക്ക് മുന്നിൽ അവർ അവരെ തന്നെ സ്വയം പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളുടെ പുകഴ്ത്തലിന് വേണ്ടിയിട്ട് അവർ പലതും കാട്ടിക്കൂട്ടുന്നതായും തോന്നിയിട്ടുണ്ട്. സ്വന്തം അമ്മയെയും അച്ഛനെയും സ്നേഹിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ മുൻതൂക്കം ഭർത്താവിന്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്നത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്വന്തം പാരന്റ്സിനോടുള്ള സ്നേഹം നാട്ടുകാരെ കാണിക്കേണ്ടതില്ല, പക്ഷെ ഇൻലോസിനോടുള്ള സ്നേഹം നാട്ടുകാരെ കാണിച്ചാൽ മാത്രമേ ചില കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് വർക്കാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. ഇന്റർവ്യൂവർ എന്ന നിലയിലും അവതാരക എന്ന നിലയിലും പലപ്പോഴും പേളിയെ സഹിക്കാൻ പറ്റാതെയും ആയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും ഇത് പറയാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ അവർ സ്ട്രൈക്ക് തരും, അല്ലെങ്കിൽ ആരാധകര് നമ്മളെ തെറി വിളിക്കും. പേളിയുടെ ചില ഇന്റർവ്യൂകൾ കാണുമ്പോൾ തോന്നും ലേഡി ശ്രീകണ്ഠൻ നായരാണോ ഇവരെന്ന്. ഈ മുന്നിലിരിക്കുന്നവരെ അവർ പറയുന്ന കാര്യങ്ങൾ മുഴുമിപ്പിക്കാൻ വിടാതെ അതിനിടയിൽ കയറി പറഞ്ഞ് കുളമാക്കുന്നതിന്റെ ഉസ്താദാണ് ശ്രീകണ്ഠൻ നായർ. അതിന്റെ ലേഡി വേർഷനാണ്, ആ ഒരു സ്വഭാവത്തിന്റെ ലേഡി വേർഷനാണ് പേളിമാണി. ആളുകളെ എന്റർടൈൻ ചെയ്യുകയാണെന്ന് അതിഥികളെയും ആരാധകരെയും വിശ്വസിപ്പിച്ച് പേളി ചെയ്യുന്ന പല ഇന്റർവ്യൂകളും മഹാചളിയാണ്. പിന്നെ കുറച്ച് ആളുകൾ പേളിമാണിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഈ എന്തും പറയാനുള്ള ലൈസൻസിൽ ഈ ചളികളൊക്കെ അങ്ങ് മുങ്ങിപ്പോകും. ഒരു തരം ആധിപത്യ സ്വഭാവമുള്ള സ്നേഹമാണ് പേളിക്കെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ ഓവറായിട്ട് ഈ വിനയാന്യതയും ആവുന്നുണ്ട്. അവരെപ്പോഴും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. വിമർശനങ്ങളെ തരിമ്പും ഉൾക്കൊള്ളാനുള്ള പാകത ഈ സോകോൾഡ് മോട്ടിവേഷൻ സ്പീക്കർക്ക് ഇല്ല. പേളി തന്നെ പറഞ്ഞിട്ടുണ്ട്, പേളി എന്ത് ചെയ്താലും വാവ് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ശ്രീനിഷ് പേളിയെ സൂയിപ്പിക്കുമെന്ന്. സത്യം പറഞ്ഞാല് നിലനിൽപ്പിന് വേണ്ടി പേളിയെ സുഖിപ്പിച്ച് കഴിയേണ്ട അവസ്ഥയാണ് ശ്രീനിഷിനെന്ന് ആരെങ്കിലും പറഞ്ഞാല് പേളിക്ക് സഹിക്കുവോ? അപ്പൊ മറ്റുള്ളവരെയും അവരുടെ അവസ്ഥയെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ പറഞ്ഞ് കളിയാക്കുന്നത് ഒരിക്കലും ഒരു മോട്ടിവേഷൻ സ്പീക്കർക്ക് ചേർന്നതല്ല. അപ്പൊ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.